ഇപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ഹേമന്ത് ഈ ഒരു ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നതിന് വേണ്ടി ചേരുകയാണ്. സർ, കേരളം കൈകോർത്തുകൊണ്ട് കേരളത്തിൽ ഏറ്റവും ശുഭകരമായ വാർത്ത പങ്കുവയ്ക്കുന്ന ഒരു നിമിഷത്തിലൂടെയാണ് സർ നമ്മൾ കടന്നു പോകുന്നത്. ഏറ്റവും കൂടുതൽ സന്തോഷവും അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും പ്രതീക്ഷയും നൽകുന്ന ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നു. ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലോഹ സാന്നിധ്യം കണ്ടെത്തി എന്ന വിവരങ്ങളാണ് സർ പുറത്തു വരുന്നത്. ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? ഒരു ശുഭപ്രതീക്ഷയായി ഞങ്ങളൊക്കെ കണക്കാക്കിക്കൂട്ടെ. ബേസിക്കലി ഈ മെറ്റൽ ഡിറ്റക്ടർ വെച്ച് എക്സാക്ട്ലി ഏതെങ്കിലും രീതിയിലുള്ള മെറ്റൽ പാർട്സ് അതിനടിയിലുണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. നമുക്കതിനെ കംപ്ലീറ്റ്ലി ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് ഡോറിയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെറ്റൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആസ്പെക്ട് എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് എക്സ്കവേറ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് അത് ഡ്രില്ല് ചെയ്ത് മണ്ണ് മാറ്റുന്ന ഒരു വ്യക്തമായൊരു ധാരണ കിട്ടി. ഇത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. ഓഫ്കോഴ്സ് നമ്മൾ എല്ലാവരും ശുഭപ്രതീക്ഷയോട് തന്നെയാണ് കാത്തിരിക്കുന്നത്. ആർമിയെ സംബന്ധിച്ച് ആർമിക്ക് ഇനി വളരെ വേഗത്തിൽ തന്നെ ആ ഒരു 7-8 മീറ്റർ, അതിന്റെ ഡെപ്ത് നമുക്ക് അറിയാൻ പറ്റും. ഏത് ഡെപ്തിലാണ് ഈ മെറ്റൽ ഉള്ളത് എന്ന് കൃത്യമായിട്ട് അതിൽ കാണിച്ചിട്ടുണ്ട്. അതിപ്പോ 8 മീറ്റർ ആണെങ്കിൽ ആ 8 മീറ്റർ ഉറപ്പായിട്ടും നമുക്ക് എക്സ്കവേറ്റ് ചെയ്താൽ നമുക്കൊരു ക്ലാരിറ്റി ഇതിൽ ലഭിക്കും ഉറപ്പായിട്ടും. സർ, അപ്പോൾ ഈ 8 മീറ്റർ ഒരു ക്ലാരിറ്റിയോട് കൂടിയാണ് ലഭിച്ചിരിക്കുന്നത്. ആ 8 മീറ്റർ അപ്പോൾ മാറ്റുമ്പോൾ സ്വാഭാവികമായും അവിടെ ഒരു ലോഹ സാന്നിധ്യം ഉണ്ടാകും എന്നത് തീർച്ചയാണല്ലേ? അതെ, ഉറപ്പായിട്ടും അവിടെ ഒരു മെറ്റൽ പാർട്ട് ഉണ്ടാവും. പക്ഷെ മെറ്റൽ പാർട്ട് എന്തുവാകും, ചിലപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു കടയൊക്കെ ഒലിച്ചു പോയി എന്ന് പറയുന്നതിന്റെ കുറച്ച് മെറ്റൽ ആയിരിക്കാം. പക്ഷെ ഒരു ഹെവി മാസ് ഓഫ് മെറ്റൽ അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇപ്പൊ നമ്മളിപ്പോഴും നമുക്ക് അറിയത്തില്ല അവിടെ എത്ര ആൾക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ എന്തെല്ലാം എത്ര വഴി, ഇപ്പൊ ചിലപ്പോൾ കാറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വണ്ടി അവിടെ ഉണ്ടായിരുന്നു നമുക്ക് അറിയത്തില്ലല്ലോ. പക്ഷേ നമുക്ക് കൃത്യമായിട്ട് ആ മെറ്റൽസ്, അതായത് ആ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടായതിന്റെ അടിയിൽ നാച്ചുറൽ ആയിട്ടല്ലാത്ത ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഏതൊക്കെ മെറ്റൽ ആർട്ടിക്കിൾസ് അതിൻ്റെ അകത്തുണ്ട് എന്ന് കൃത്യമായിട്ട് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ കഴിയും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർ, അതായത് ഒരു സംശയമായി ചോദിക്കുകയാണ്, ഈ ഒരു പാറയുടെയൊക്കെ സാന്നിധ്യം, അതായത് ഇത് ഏറ്റവും അധികം അയേൺ കണ്ടന്റ് ഉള്ള ഒരു മണ്ണാണ് എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിന്റെ ഒരു സാധ്യതയൊക്കെ തള്ളിക്കളയാമല്ലോ. പാറയുടെ ഒന്നും സാന്നിധ്യമായിരിക്കില്ലല്ലോ. ഇത് ആർട്ടിഫിഷ്യൽ മെറ്റൽ തന്നെ ആകാനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? അതെ, ഉറപ്പായിട്ടും. ഇത് ആർമി ഉപയോഗിക്കുന്നത്, മെറ്റൽ ഡിറ്റക്ടേഴ്സ് ഉപയോഗിക്കുന്നത് ഈ മെറ്റൽ ആയിട്ടുള്ള ബോംബ് അങ്ങനെയുള്ള ആർട്ടിക്കിൾസിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് പാറയുടെ ആവാൻ സാധ്യതയില്ല. ഇങ്ങനെ ഒരു മെറ്റൽ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ 99% ചാൻസസ് ആർട്ടിഫിഷ്യൽ മെറ്റൽസിന്റെ തന്നെ ആയിരിക്കും. ശരി സർ, വളരെയധികം നന്ദി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. അദ്ദേഹം പറഞ്ഞത് കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ അത് കൂടുതൽ പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ട ലോഹ സാന്നിധ്യം എന്ന് പറയുന്നത് അതൊരിക്കലും പാറക്കഷ്ണങ്ങളുടെയോ മറ്റ് മണ്ണിലുള്ള അയൺ കണ്ടന്റിൻ്റെതോ ഒന്നുമായിരിക്കില്ല. അത് ആർട്ടിഫിഷ്യൽ മെറ്റലിൻ്റെ തന്നെ ആയിരിക്കാം. അത് അർജുൻ്റെ ലോറി ആകണമെന്ന് തന്നെയില്ല, പക്ഷേ അവിടെയുള്ള മറ്റെന്തെങ്കിലും ആകാം. എന്തായാലും ലോഹ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ട ലോഹ സാന്നിധ്യം അത് വാഹനങ്ങളുടേതാകാം എന്ന വലിയൊരു വാർത്ത സ്ഥിരീകരണം കൂടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്.